കാസർഗോഡ് ജില്ലയിൽ പാലാവയൽ എന്ന സ്ഥലത്ത് താമസിക്കുന്ന പാറേക്കുടിയിൽ ശ്രാമ്പിക്കൽ ചെറിയാൻ PC എന്ന ബേബിയുടെ വീട് ആണിത്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പാലാവയലിൽ നിന്നും ഓടക്കൊല്ലിക്ക് പോകുന്ന വഴി 1.25 കിലോമീറ്റർ വന്നു കഴിയുമ്പോൾ ഓടപ്പള്ളി എന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നമസ്കാരം. ശ്രാമ്പിക്കൽ കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ പരമ്പരയിൽ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് കാസർഗോഡ് ജില്ലയിൽ പാലാവയലിൽ താമസിക്കുന്ന ശ്രാമ്പിക്കൽ പാറേക്കുടലിൽ ശ്രീ ചെറിയാൻ PC കുടുംബത്തെയുമാണ്. ബേബിച്ചേട്ടൻ എന്നാണ് ഇദ്ദേഹത്തെ നാട്ടിൽ എല്ലാവരും വിളിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഒരു പൂർവ്വചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റത്തിൽ നിന്നും പാറേക്കുടലിലായ ശ്രീ മിഹായേൽ കയ്യൂർ താമസിച്ചിരുന്ന ഇദ്ദേഹത്തിന് 9 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ 3-ാമത്തെ ആളാണ് തടത്തനാനി കയ്യൂർ താമസിച്ചിരുന്ന ദേവസ്യ മറ്റത്തിൽ. ദേവസ്യ മറ്റത്തിൻ്റെ 11 മക്കളിൽ 5-ാമത്തെ ആളാണ് ചെറിയാൻ ദേവസ്യ. ചെറിയാൻ ദേവസ്യയുടെ 2-ാമത്തെ മകനാണ് ചെറിയാൻ PC അല്ലെങ്കിൽ ബേബിച്ചേട്ടൻ. ബേബിച്ചേട്ടനെ കുടുംബത്തെയുമാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. നമസ്കാരം. ബേബിച്ചേട്ടന് ഈ പാലാവയൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? പാലാവയൽ തന്നെ ഞങ്ങൾ 1958 വന്നാണ്. അന്ന് തുടങ്ങി പാലാവയലുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നതാണ്. 1958 വരുമ്പോൾ പാലാവയലല്ല താമസിച്ചത്? അല്ല, താമസിച്ചതല്ല, ബന്ധം ചാവറഗിരി അവിടെയാണ്. പക്ഷെ എന്നാലും കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഇവിടെയാണ്, പാലാവയലാണ്. ടൗൺ പാലാവയലാണ്. ഇങ്ങോട്ട് മാറിയിട്ട് 8 വർഷമായി. 8 വർഷമായിട്ട് ഈ വീട്ടിലാണ് താമസിക്കുന്നത്. അതെ. ബേബിച്ചേട്ടന്റെ ഭാര്യ നമ്മോടൊപ്പം ഉണ്ട്. ചേച്ചിയുടെ പേരെങ്ങനെയാണ്? ചിന്നമ്മ. ചേച്ചിയുടെ വീട് എവിടെയായിരുന്നു? ഉദയഗിരി. ആലക്കോടിനടുത്ത്. അതെ, ആലക്കോടിനടുത്ത് ഉദയഗിരി. കറ്റുവീട്ടിൽ. മാതാപിതാക്കന്മാര്? തോമസ്, അമ്മച്ചി മറിയാമ്മ. അമ്മയുടെ വീട് ചീരങ്കുന്നേൽ എന്നാണ് വീട്ടുപേര്. സ്ഥലം കാഞ്ഞിരമറ്റായിരുന്നു അമ്മയുടെ നാട്. കാഞ്ഞിരമറ്റം. പാലാ കാഞ്ഞിരമറ്റമായിരുന്നു നാട്. അല്ല, അവര് പിന്നെ ഇവര് വന്ന പോലെ അവരും മലബാറിലേക്ക് കൂടി കയറി. ആലക്കോട് ഉദയഗിരിയിലേക്ക് തന്നെ അവരും കൂടി കയറി വന്നു. ഉദയഗിരിയിലാണ് ഉള്ളത്. അതെ. നിങ്ങൾക്ക് എത്ര മക്കളാണുള്ളത്? ഒരാളേ ഉള്ളൂ. മോനാണോ മോളാണോ? മോനാണ്. മോന്റെ പേര് ജിൻഡോ. ജിൻഡോ എന്ത് ചെയ്യുന്നു? ജിൻഡോ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. കമ്പനി വർക്ക് ചെയ്യുന്നു. എന്ത് പഠിച്ചിട്ടാ പോയത്? MBA പഠിച്ചിട്ട് പോയത്. MBA പഠിച്ചിട്ട് പോയത്. എവിടെയാ സ്ഥലം വർക്ക് ചെയ്യുന്നത്? ബഹ്റിൻ. ഗൾഫ് രാജ്യത്താണ്. വിവാഹം കഴിഞ്ഞല്ലേ? അതെ. ഭാര്യയുടെ പേര്? ഭാര്യയുടെ പേര് സരിതയും ബഹ്റിൻ തന്നെയാണോ? അതെ. അവര് ഫാമിലിയായിട്ട് അവിടെ താമസിക്കുന്നു. കുട്ടികളായതാണോ? ഒരു കുട്ടിയുണ്ട്, ആൺകുട്ടിയാണ്. അവൻ 4th പഠിക്കുന്നു. അവന്റെ പേര്? അവന്റെ പേര് അൽറിക്ക്. വിളിക്കുന്നത് റിക്കി എന്ന് വിളിക്കും. സരിതയുടെ വീട്ടുപേര് എന്താണ്? സരിതയുടെ വീട്ടുപേര് പുറത്തയിൽ എന്ന് പറയും. സ്ഥലം ശ്രീകണ്ഠാപുരം. പുറത്തയിൽ കുടുംബാംഗമാണ്. അവര് ബഹ്റിനിലാണ് ജോലി ചെയ്യുന്നത്. അമ്മച്ചിയുടെ വീട്ടില് നിങ്ങൾ എത്ര മക്കളായിരുന്നു? ഞങ്ങള് 6 പേര്. 6 പേരുണ്ടായിരുന്നു. 6 പേരെ നിലവിലുള്ളൂ. 6 പേരെ നിലവിലുള്ളൂ. 2 പേര് പോയി. 2 പേര് മരിച്ചുപോയി. അവര് ചെറുപ്പത്തിലെ മരിച്ചുപോയി. ഒരാള് 12 വയസ്സായപ്പോ, ഒരാൾ 24 വയസ്സായപ്പോ. 24 വയസ്സായപ്പോ. അപ്പൊ നിലവിലുള്ളവർ 6 പേരുണ്ട്. അതിനകത്ത് മൂത്തത് ആരാണ്? അമ്മച്ചി തന്നെയാണ് ഏറ്റവും മൂത്തയാള്. അമ്മച്ചിക്ക് തൊട്ട് താഴെയുള്ളത് ആരാണ്? എന്റെ പേര് അനീതി. അനീതിയുടെ പേര്? ഏലിയാമ്മ. അവരെ എവിടെയാണ് വിവാഹം ചെയ്തിരിക്കുന്നത്? ആലക്കോടാണ് ഉള്ളത്. വീട്ടുപേര്? നടുവിലെ മുറിയിൽ. ഭർത്താവിന്റെ പേര്? വർഗീസ്. അവർക്ക് എത്ര മക്കളുണ്ട്? 2 മക്കളാണ് അവർക്കുള്ളത്. ഒരാണും ഒരു പെണ്ണും. 3-ാമത്തെ ആള് അപ്പച്ചന്റെ വീട് എവിടെയാണ്? ഇരിട്ടിയിലാണ് താമസിക്കുന്നത്. ഭാര്യയുടെ പേര്? ലീലാമ്മയുടെ വീട്? വീട്ടുപേരാണ് ആലിങ്കൽ. സ്ഥലപ്പേര്? ആലക്കോടാണ്. അവർക്ക് എത്ര മക്കളുണ്ട്? 3 മക്കളാണുള്ളത്. 4-ാമത്തെ ആള് ഔസേപ്പച്ചൻ. എവിടെയാണ് താമസിക്കുന്നത്? കോഴിക്കോടാണ് താമസിക്കുന്നത്. ഔസേപ്പച്ചന്റെ ഭാര്യ? സോളിയുടെ വീട്? സോളിയുടെ വീട് പാലായിലാണ്. വീട്ടുപേരാണ് വാഗമറ്റം. പാല വാഗമറ്റം കുടുംബാംഗമാണ്. അവർക്ക് എത്ര മക്കളുണ്ട്?
രണ്ട് ആൺകുട്ടികളാണ് അവർക്കുള്ളത്. അഞ്ചാമത്തെ ആള് സീലിയാമ്മ അല്ലെ അനീതി. സീലിയാമ്മ. സീലിയാമ്മ എവിടെയാണ് വീട് അവളെ കെട്ടിച്ചിട്ടുള്ളത്? കെട്ടിച്ചുവിട്ട ചങ്ങനാശ്ശേരിയില്. ചങ്ങനാശ്ശേരിയിലാണ്. കരിമറ്റത്തില്. കരിമറ്റത്തിൽ. ഭർത്താവിന്റെ പേര് ജോസഫ്. ജോസ്. അവർക്ക് എത്ര മക്കളുണ്ട്? 3 ആൺമക്കൾ. 3 ആൺമക്കൾ. ആൺമക്കളാണ് ഉള്ളത്. അടുത്തത് തോമാച്ചൻ. തോമാച്ചൻ. അതാ തറവാട്ടിലുള്ളവനെ. തറവാട്ടിലുള്ള ഏറ്റവും ഇളയാളാണ്. തോമാച്ചൻ. ഇളയാളാണ് തോമാച്ചൻ. തോമാച്ചന്റെ ഭാര്യയുടെ പേര് ലില്ലിക്കുട്ടി. ലില്ലിക്കുട്ടി. ഭാര്യ ലില്ലിക്കുട്ടിയുടെ വീട് അത് തേർത്തലി. അത് മാലക്കോടിന്റെ സൈഡ് വരും. ആലക്കോട് ഭാഗമായിട്ട് വരും. വീട്ടുപേര് മയിലാടൂർ എന്നാണ് വീട്ടുപേര്. അവർക്ക് എത്ര മക്കളുണ്ട്? 3 പെൺമക്കളാണ്. ഇതാണ് അമ്മച്ചിയുടെ സഹോദരങ്ങളുടെ ഡീറ്റെയിൽസ്. ബേബിച്ചേട്ടന്റെ സഹോദരങ്ങളുടെ ഡീറ്റെയിൽസ് എന്ന് പറയാമോ? പറയാം. നിങ്ങൾ എത്ര മക്കളായിരുന്നു? ഞങ്ങൾ 9 പേര്. 9 പേരായിരുന്നു. അതില് മൂത്തയാളുടെ തൊട്ട് പറയാമോ? മൂത്തയാള് ദേവസ്യാച്ചൻ മരിച്ചുപോയി. ദേവസ്യാച്ചൻ മരിച്ചുപോയി. അദ്ദേഹം എവിടെ താമസിച്ചിരുന്നത്? സഹോദരങ്ങളെല്ലാം പാലാവലി ഏരിയയിൽ തന്നെയാണ്. ഞങ്ങൾ അവിടെ ചാവറേരി, പിന്നെ ഇവിടെ അങ്ങനെയൊക്കെ ആയിട്ടാ. അതെ, പാലാവലി കൂട്ടിയാൽ മതി. പാലാവലി. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ഗ്രേസി. ഗ്രേസിയുടെ വീട് പിന്നെ അത് പൊളിങ്ങം. പിന്നെ പൊളിങ്ങം എന്നുള്ള സ്ഥലത്താണ്. മുണ്ടമറ്റത്തിൽ. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 2 ആൺമക്കള്. 2 ആൺമക്കളാണ്. രണ്ടാമത്തെ ആള് ഞാനാ. എന്റെ ഇളയത് അന്നക്കുട്ടി. അന്നക്കുട്ടി പുളിങ്ങോട്ട്. പുളിങ്ങാവും. വേങ്ങത്തടത്തിൽ. ഭർത്താവിന്റെ പേര് വർഗീസ്. അവർക്ക് 2 ഒരാണും ഒരു പെണ്ണും. 2 ഒരു പെണ്ണും. അടുത്തയാള് എൽസി. പിന്നെ ജോർജ് അല്ലെങ്കിൽ കുഞ്ഞുഞ്ഞ. മാമ്പൊഴിക്കൽ. സ്ഥലം ഇപ്പോൾ അവരിവിടെയാണ്. ചാവറേരിയാണുള്ളത്. ഉള്ളത്. അവർക്ക് 2 പെൺമക്കളാണ് ഉള്ളത്. ഒരു മൂത്ത മകൻ മരിച്ചുപോയി. നിലവിൽ 2 പെൺമക്കളെ അവർക്ക് ഉള്ളൂ. അടുത്തയാൾ ഡൊമിനിക്ക്. അവരും ഇവിടെ തന്നെ പാലാവലി അറിയാം. ഭാര്യയുടെ പേര് വത്സമ്മ. വത്സമ്മയുടെ വീട് ചിറ്റാരിക്കാൽ. വീട്ടുപേര് തുരുത്തിയിൽ നിന്നാണ് വീട്ടുപേര്. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 4 പെൺപിള്ളേരാ. 4 പെൺപിള്ളേരാണ് അവർക്കുള്ളത്. അടുത്തയാള് റോസമ്മ. വിവാഹം ചെയ്തിരിക്കുന്നത് അത് പിന്നെ ഇരിട്ടിയിൽ. പള്ളിത്തോട് എന്നുള്ള സ്ഥലത്ത് ഇരിട്ടിക്കടുത്ത് പള്ളിത്തോട്. വീട്ടുപേര് മയിലാടിയിൽ. നിന്നാണ് വീട്ടുപേര്. ഭർത്താവിന്റെ പേര് ഔസാപ്പിച്ചൻ. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 2 ഒരാണും ഒരു പെണ്ണ്. 2 മക്കള്. അങ്ങനെ 2 മക്കളാണ് അവർക്ക് ഉള്ളത്. അടുത്തയാള് മേരി. വിവാഹം ചെയ്തിരിക്കുന്ന ആരാണ്? അത് പൈസ്. അവരുടെ വീട് ചെമ്പേരി. വീട്ടുപേര് ചാലിൽ. നിന്നാണ് വീട്ടുപേര്. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 2 ഒരാണും ഒരു പെണ്ണും. 2 മക്കള്. ഒരാണും ഒരു പെണ്ണും. അങ്ങനെ 2 മക്കളാണ് അവർക്കുള്ളത്. ഇനി അടുത്തയാള് ജോൺസൺ ആണ്. അടുത്തയാള് ജോൺസന്റെ ഭാര്യയുടെ പേര് നൈനയുടെ വീട് ഉദയഗിരിയിലാണ് വീട്ടുപേര്. പല്ലാട്ട് എന്നാണ് വീട്ടുപേര്. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 4 ആൺപിള്ളേരാ. 4 ആൺമക്കളാണ് അവർക്കുള്ളത്. ഏറ്റവും ഇളയാളാരാ? സാജുയുടെ ഭാര്യയുടെ പേര് മരിയയുടെ വീട് വൈക്കം വീട്ടുപേര് അമ്മപ്പറമ്പിലാണ് വീട്ടുപേര്. അവർക്ക് മക്കള് ഇല്ല. അവർക്ക് കുട്ടികളില്ല. അപ്പൊ ഇതാണ് മൊത്തം പശ്ചാത്തലം. സഹോദരങ്ങളുടെ ഒരു ഡീറ്റെയിൽസ്. ബേബിച്ചേട്ടൻ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് കൈക്കാരനോ അല്ലെങ്കിൽ പാരീഷ് കൗൺസിലിനോ എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? നേരത്തെ പാരീഷ് കൗൺസിൽ അംഗമായിരുന്നു. രാഷ്ട്രീയമായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ടോ? രാഷ്ട്രീയമൊന്നും നേരത്തെ അത് പണ്ട കാലത്ത്. വരുന്ന കാലത്ത് അതെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ അത്യാവശ്യം നമ്മള് അതായത് ചാവറഗിരി പള്ളി നിങ്ങളുടെയൊക്കെ ഒരു അധ്വാനമാണ്. അതെ ഇല്ല ഒന്നും പ്രത്യേകിച്ച് അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നിങ്ങളുടെ കുടുംബത്തിന്റെ വിവരങ്ങളെല്ലാം അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. നമസ്കാരം.